ഹലോ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എന്താ സ്പെഷ്യലെന്ന് നോക്കിയാലോ. ഇന്ന് നമുക്ക് ഇച്ചിരി മത്തി വിഭവങ്ങളാണ്. എന്ന് വെച്ചാൽ ഒരുപാടൊന്നും ഇല്ല. ഇന്ന് ചേട്ടൻ വരുമ്പോൾ ഇച്ചിരി മീനൊക്കെ കൂടുതൽ കൊണ്ടുവന്നായിരുന്നു, മത്തിയും നത്തോലിയും ഒക്കെ. അപ്പോൾ നത്തോലീനെയൊക്കെ ഞാൻ കട്ട് ചെയ്തങ്ങ് ഫ്രിഡ്ജിലോട്ട് കയറ്റി. അപ്പോൾ ഇന്ന് മത്തിയാണ് എടുത്തത്. മത്തി കൊണ്ട് ഞാൻ മുളേഷൻ ഉണ്ടാക്കി, മത്തി പൊരിക്കുകയും ചെയ്തു. പിന്നെ ചക്കക്കുരു ഉണ്ടായിരുന്നു, അതിനെ കൊണ്ട് തോരനും വെച്ചു. പിന്നെ മത്തീൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഒരു മുട്ടയുണ്ടല്ലോ, അത് വലിയ മത്തിയൊക്കെ ആകുമ്പോൾ നമുക്ക് കിട്ടും, ഒരുപാട് കിട്ടും. അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ ഇച്ചിരി ഉള്ളിയും തേങ്ങയൊക്കെ ഇട്ടൊരു തോരൻ പോലെയാക്കി. അതിവിടെ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക്. അവർക്ക് സാധാരണ നമ്മൾ മീൻ പൊരിക്കൂലേ, അപ്പോൾ അതിലിട്ടിട്ട് ഞാൻ വെക്കുമായിരുന്നു. അപ്പോൾ അതിനേക്കാളും അവർക്ക് ഇഷ്ടം ഇതുപോലെ തോരൻ കണക്ക് വെക്കുന്നതാണ്. അപ്പോൾ അതാകുമ്പോൾ അവരിച്ചിരി കൂടുതൽ ചോറ് കഴിക്കുകയും ചെയ്യും. പിന്നെ ഈ കഴിക്കുന്ന വ്യക്തിയാണ് വീട്ടിൽ ഇളക്കുട്ടി, അവൾക്കാണ് വാരി കൊടുക്കുന്നത്. അവൾക്ക് വാരി കൊടുക്കാതെ അങ്ങോട്ട് ചെല്ലുമില്ല. സ്കൂളിലുള്ള ദിവസമാണെങ്കിൽ കുഴപ്പമില്ല, എന്നെ കണ്ടാൽ അവൾക്ക് എൻ്റെ കൈ കൊണ്ട് വാരി തന്നെ കഴിക്കണം. അതുകൊണ്ട് അവൾ വീഡിയോ ഞാൻ പിടിക്കാം, അമ്മ എനിക്ക് വാരി തന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ വല്ലപ്പോഴും അല്ലേ, കുഞ്ഞുങ്ങളുടെ ഒരാഗ്രഹമല്ലേ. കുഞ്ഞുങ്ങളൊക്കെ വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെയൊന്നും അവരാഗ്രഹം പറയത്തുമില്ല, നമുക്ക് അവരെ അതിനൊന്നും കിട്ടത്തുമില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾക്ക് കഴിയുന്നത്രയും അവരുടെ കൂടെ എന്തൊക്കെ ചെയ്ത് കൊടുത്ത് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാമെന്ന് കരുതി. പിന്നെ ദാണ്ടേ ഇവിടെ ഒരു അണ്ണാറക്കണ്ണൻ ജയിലിലാണ്, പാവം. അതിനെ വിടാറുണ്ട് കേട്ടോ, പക്ഷേ നമ്മൾ കഴിക്കുന്ന സമയത്ത് വിടാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ എല്ലാവരുടെയും പ്ലേറ്റിൽ ചാടി കളിക്കും. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിനെ കൂട്ടിലാക്കി. പക്ഷേ അതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പിന്നെ കഴിക്കാനൊരു വിഷമമാണ്. അതുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിനും കൊടുക്കും. അതിന് ഇന്നേതൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇത്രയും നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത് അണ്ണാൻ കുഞ്ഞ് വെജിറ്റേറിയൻ ആണെന്ന്. പക്ഷേ ഈ പിള്ളേർ അതിന് ചിക്കനും മുട്ടയും മീനും ചോറും എല്ലാം കൊടുക്കും. മോൾക്ക് ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട് 2 മണിക്ക്. പക്ഷേ ഇന്ന് മൊത്തത്തിൽ ലേറ്റായി, കാരണം ഞാൻ രാവിലെ എഴുന്നേക്കാൻ ലേറ്റായി. ഇന്ന് സൺഡേ അല്ലേ, അതുകൊണ്ട് ഇച്ചിരി ഉറങ്ങി എഴുന്നേനൊക്കെ ലേറ്റായി. അതുകൊണ്ട് എൻ്റെ ഭക്ഷണവും സമയവും, പിന്നെ ചേട്ടൻ മീനൊക്കെ കൊണ്ടുവരുമ്പോൾ ഇച്ചിരി ലേറ്റായിരുന്നു. അതൊക്കെ കട്ട് ചെയ്തൊക്കെ വരുമ്പോഴേക്ക് ഒന്നാമത് നത്തോലിയൊക്കെ കട്ട് ചെയ്ത് തീരാൻ ഇച്ചിരി സമയം എടുക്കുമല്ലോ. അപ്പോൾ നാളെ ഓഫീസിൽ പോകേണ്ടത് കൊണ്ട് ഞാൻ ഇന്നേ എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചു. കാരണം രാവിലെ ആകുമ്പോൾ ഈ മീൻ കട്ട് ചെയ്യുക, പച്ചക്കറി കട്ട് ചെയ്യുക ഒക്കെ ഒത്തിരി വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ തലേന്നേ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ പിന്നെ രാവിലെ എളുപ്പമാണല്ലോ. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. ഇനി മോളെ പറഞ്ഞു വിടണം, അത് ചേട്ടൻ കൊണ്ടുവിടും. അതിനിടയിൽ നമുക്ക് നമ്മുടെ സുഗുമോന് ചോറ് കൊടുക്കുന്നുണ്ട്. ഞാനാണ് കൊടുക്കാൻ വിചാരിച്ചത്. അപ്പോൾ മോൾക്ക് തിരക്കായത് കൊണ്ട് അവൾക്ക് സമയം കഴിഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് ഞാൻ ചേട്ടനെ അവിടെ ഏൽപ്പിച്ചു. അപ്പോൾ ചേട്ടൻ തന്നെയാണ് സുഗുവിൻ്റെ മെയിൻ അധികാരി. ഞാനുള്ളപ്പോൾ ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ ചേട്ടനാണ് കൂടുതൽ സമയം അതിനെ കുളിപ്പിക്കാനും വൃത്തിയാക്കാനും ചോറ് കൊടുക്കാനും ഒക്കെ നോക്കുന്നത്. പിന്നെ അതിനെ പുറത്ത് വിടാൻ പറ്റത്തില്ല, കാരണം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുണ്ട്. അതാണെങ്കിൽ പുറത്ത് വിട്ടാലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വഴിക്ക് ഒരാളെ കയറാൻ വിടില്ല. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീട്ടിലുള്ളവർക്ക് പോകണ്ടേ. അപ്പോൾ അവരൊക്കെ പ്രശ്നമാക്കാൻ തുടങ്ങിയ ശേഷം നമ്മൾ ഫുൾ ടൈം അതിന് ചങ്ങലയ്ക്കിടും. രാത്രി നമ്മളൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ മാത്രം അതിന് അകത്ത്, അതായത് പിന്നെ മുറ്റത്തിങ്ങനെ അഴിച്ചു വിടും. അത് കഴിഞ്ഞ് വീണ്ടും അത് പകൽ മുഴുവൻ കെട്ടിയിട്ട് തന്നെ ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ കാണുന്നവരെല്ലാവരും എന്നെ സപ്പോർട്ടൊന്നും ചെയ്യുക, ചുമ്മാ ലൈക്ക് അങ്ങ് ചെയ്തിട്ട് നമുക്കൊക്കെ അറിയാമല്ലോ ആരൊക്കെ കാണുന്നുണ്ടെന്ന്. ഓക്കെ, ബൈ ബൈ, സീ യു.